ഹായ് എവറി വൺ, വെരി ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ആയിട്ട്. ഒന്നെന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഐസൊലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് പബ്ലിക്കിൽ പഴയതുപോലെ വരാൻ പറ്റും. ട്വിൻ ഫ്ലെയിം ജേർണി എന്തിനാണ് ശരിക്കും വന്നിട്ടുള്ളത്? നമുക്ക് നമ്മളെ അറിയാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു സോൾ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭൂമിയിൽ ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. സോൾ കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. അല്ലാതെ എല്ലാവരും ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുക, കുറേ പൈസ ഉണ്ടാക്കുക, കുറച്ച് ട്രിപ്പ് പോവുക, അല്ല അതന്നെയല്ല നമ്മൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണി പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു സോളാണെന്നുള്ള ബോധമാണ് ആദ്യം നമുക്ക് തരുന്നുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് കടക്കുമ്പോൾ ഒരു സ്പിരിച്വൽ അവേക്കണിങ് വരും. അതെങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കും? ഒന്നല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തി നമ്മളിൽ വിട്ടു പോകുമ്പോൾ, ചിലപ്പോൾ ഡെത്തായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോലി നല്ല രീതിയിൽ ഫിനാൻഷ്യലി പോയിരുന്നതാണെങ്കിൽ പെട്ടെന്ന് ആ ജോലി നഷ്ടപ്പെടുക, അതുപോലെ മണി ക്രൈസിസ് വരാം, ഫാമിലി റിലേഷൻഷിപ്പിൽ കുറേ വിള്ളലുകൾ വരാം. ഇങ്ങനെ നമുക്ക് വലിയൊരു പെയിൻ തന്നിട്ടാണ് സ്പിരിച്വൽ അവേക്കണിങ് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് നമ്മളെ സീറോ സ്റ്റേറ്റിലേക്ക് വരുന്നത്. ആ സീറോയിലേക്ക് എത്തിയാലാണ് നമ്മൾ ഈഗോ നമുക്ക് ബ്രേക്ക് ആവുന്നത്. മറ്റത് എനിക്കിതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഈഗോയിലായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ആ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കംപ്ലീറ്റ്ലി ഐസൊലേഷനിലേക്ക് വരുന്നത് തന്നെ നമ്മളെ അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ്. ശരിക്കും ആ സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും. ഞാൻ ഒറ്റയായല്ലോ, ഇനി എനിക്ക് ആരുമില്ല, അങ്ങനത്തെ കുറേ ഇതായിരിക്കും. പക്ഷെ ഗ്രാജുവലി നമ്മുടെ സെൽഫിലേക്ക്, നമ്മുടെ ആ ഒരു ആത്മാവിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്പിരിച്വൽ അവേക്കനിങ് നടന്നു, നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടി, ജ്ഞാനം കിട്ടി. നമ്മൾ പഴയതുപോലെ ആയിരിക്കില്ല പിന്നെ നമ്മൾ ഉണ്ടായിരിക്കും. നമ്മൾ നോ പറയാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ നമ്മൾ അവിടുത്തെ എനർജി നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിടുന്ന് കടന്നു പോരും. സ്ട്രോങ് ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യും. അനാവശ്യ കാര്യങ്ങൾ ഇടപെടാൻ പോവില്ല. പണ്ടൊക്കെ ഒരാൾ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കാം, അവർക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ സെൻസിൽ എടുക്കില്ല. ചിലവർ ഈഗോയിലുള്ളവർ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. എനിക്ക് റിയലൈസ്ഡ് ആയിട്ട് കാര്യമാണ്. ഭയങ്കര പാവപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. എല്ലാവരും അല്ല, ചില ഒരു എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കും അതിലും. അവർ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാനോ നല്ല അറിവ് പറഞ്ഞു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് വരുന്ന ഫുള്ള് ഈ വീക്കായിട്ടുള്ള എനർജീസ് ആയിരിക്കും, നെഗറ്റീവായിട്ടുള്ള എനർജീസ്. ഇങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും പറ്റുമൊന്നുമില്ല, എൻ്റെ ഈ ദാരിദ്ര്യത്തിൻ്റെ ടോക്കായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള എനർജിയും കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പോൾ എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടെ ടൈം ആകുമ്പോൾ യൂണിവേഴ്സ് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളും. ഇല്ലെങ്കിൽ അവരത് അനുഭവിക്കട്ടെ. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ കാര്യമില്ലല്ലോ അല്ലേ. നമുക്ക് ശരിക്കും നമ്മൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനൊന്നും പാടില്ല എന്ന് പറയാം. പുതിയ അക്കൗണ്ട് ക്രിയേറ്റഡ് ആവും അവിടെ, ഇനി അത് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ വേറെ ഒരു അക്കൗണ്ട് എടുക്കേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം എന്നുള്ളൊരു വിസ്ഡം കൊടുക്കാം. പിന്നെ അത് ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ളത് അവരുടെ അനുസരിച്ചിരിക്കും. കാരണം നമ്മൾ നല്ലത് പറഞ്ഞു കൊടുത്താലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. ഒരുപാട് പേര് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആരോടൊന്നും പറയാറില്ല. പിന്നെ ഇങ്ങനെ കാര്യമായിട്ട് ചോദിക്കുന്നവർക്ക് ഞാൻ നോക്കും, അവർക്കിത് പറഞ്ഞു കൊടുത്തവരെ ആക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഷെയർ ചെയ്യുള്ളൂ. കാരണം അവിടെ എൻ്റെ എനർജി പോലും ഞാൻ വേസ്റ്റ് ആക്കാറില്ല. ബിക്കോസ് ഇറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ പാത്രം അറിഞ്ഞ് നമ്മൾ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മൾ പണ്ടുണ്ടായിരുന്ന നമ്മളായിരിക്കില്ല. സ്പിരിച്വൽ അവേക്കനിങ് നടന്ന് വരുമ്പോൾ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയും. ചില സ്ഥലത്ത് സൈലൻ്റ് ആവും, എല്ലാത്തിലും ഇടപെടാൻ നിൽക്കില്ല. നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് സൂപ്പർ ഫോക്കസ്ഡ് ആയിരിക്കും. അതിൽ പാരൻസ് ഉണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. പക്ഷെ അവരെങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്, നാർസിസ്റ്റ് ആണോ അല്ലെങ്കിൽ വളരെ കൺട്രോളിങ് മാനിപ്പുലേഷൻ ആണെങ്കിൽ നമ്മളവിടുന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യാൻ തുടങ്ങും. കുറേ പേരുണ്ടാവും, അയ്യോ പാരൻസ് ഇത്രയും നാൾ വളർത്തി ഉണ്ടാക്കിയതല്ലേ. ശരി, വളർത്തി ഉണ്ടാക്കി എന്നുള്ള ബോധം അവർക്കുണ്ടെങ്കിൽ മക്കളെ അവർ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ മക്കളെ അവർ കൂടുതൽ ക്രൂശിക്കുകയോ. ഞാൻ ഇന്നലെ വാഴ 2 ഫിലിം കണ്ടു കേട്ടോ. അത് കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് വിഷമം തോന്നും നമുക്ക്. കാരണം അങ്ങനത്തെ ഒരു അത് ആ ബിജിക്കുട്ടൻ്റെ റോളൊക്കെ ഉണ്ട്. സോ അങ്ങനൊരു ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ബിക്കോസ് എനിക്കൊരു ഫാദർ വൂൺസ് നല്ലതുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോൾ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് നെക്സ്റ്റ് ലൈഫ് ടൈം എങ്ങനെ ഉണ്ടായാൽ മതി എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത്, നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പഴയ നമ്മളാവില്ല. നമുക്കൊന്നും കൂടി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ക്ലാരിറ്റിയിലായിരിക്കും. നമ്മളെപ്പോഴും പീസിനെ ആയിരിക്കും ചൂസ് ചെയ്യുക, സമാധാനത്തെയാണ് ചൂസ് ചെയ്യുക.
പണ്ട് എന്തെങ്കിലുമൊക്കെ മതി എന്നാണെങ്കിൽ ഇല്ല, സമാധാനമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നിൽക്കുക തന്നെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഐസൊലേഷൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീലാവുന്നതനുസരിച്ച് ഇപ്പോൾ ഒരുപാട് പേര് സ്പിരിച്വലി പോകുന്ന ആളുകൾ ഈ പൊളിറ്റിക്സിൽ പോകുന്നത് കാണുന്നുണ്ട്. കാരണം ഒരു സോൾ പർപ്പസ് ഉണ്ടായിരിക്കും. ഡോക്ടർ ടിറ്റി വർഗീസ് അവരും ഈ പൊളിറ്റിക്സിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. സോ അവർക്ക് കിട്ടിയിട്ടുള്ള മിഷൻ ഇടുക്കി ഡാമിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും അത് പൊട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഒരു സോൾ മിഷനായിട്ട് വരുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്സിലേക്ക് പോകുന്നവരുണ്ട്. അത് പബ്ലിക്കിലേക്ക് പോകാനുള്ള മിഷൻ ഉണ്ടെങ്കിൽ പബ്ലിക്കിലേക്ക് പോകാം. അല്ലാതെ സ്പിരിച്വൽ അവേക്കനിങ് കഴിഞ്ഞു നമ്മൾ ഉള്ളിൽ ഇരിക്കുക എന്നല്ല, നമ്മളുടെ അറിവുകൾ പുറത്തേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനൊക്കെ ഈ ചാനലും ചെയ്യുന്ന എന്താണ്, എനിക്ക് കിട്ടുന്ന ആ ഒരു ഗൈഡൻസസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും റെസ്ട്രേറ്റ് ആവണമെന്നില്ല, പക്ഷെ അതിൽ കേൾക്കേണ്ട ആളുകൾ ഉണ്ടായിരിക്കും. കാരണം അവർ താഴെ കമൻറ്റ് ചെയ്യുന്നത് കാണാം, ചേച്ചി ഇപ്പോൾ ഞാൻ കടന്നു പോയിരിക്കുന്ന സിറ്റുവേഷനാണ്, കറക്റ്റായിരുന്നു, കറക്റ്റ് ഗൈഡൻസസ് ആയിരുന്നു, ഇത് എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് പറയുന്നതെന്ന് വരെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. കാരണം നമുക്കത് ഗൈഡൻസസ് കിട്ടും പറഞ്ഞു കൊടുക്കാനുള്ളത്, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നമുക്ക് അവേക്കനിങ് ആയാൽ മാത്രമല്ലേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അവേക്കനിങ് എന്ന് പറയുന്നത്? നമ്മൾ 3D ലൈഫിൽ നിന്നപ്പോൾ ആരോ ചോദിച്ചു, നമ്മളിപ്പോൾ 3Dയിലല്ല ജീവിക്കുന്നത്, പിന്നെ എങ്ങനെ 5Dയിലാവാൻ പറ്റുക? നമ്മൾ ജീവിക്കുന്ന 3Dയിലാണെങ്കിൽ നമുക്ക് 5D കോൺസെപ്റ്റിലേക്ക് മാറാം. നമ്മൾ 3Dയിലേക്ക് ഫോക്കസ്ഡ് അല്ല, ഇങ്ങനത്തെ കാര്യത്തേക്ക് ഫോക്കസ് അല്ല. പണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു മാരേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആർഭാടമായിട്ട് ഒരുപാട് ഗോൾഡൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ കോൺസെപ്റ്റിൽ മാരേജ് എന്ന് പറഞ്ഞ് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് അതിൽ എൻ്റെയും അവരുടെയും ലൈഫ് ഹാപ്പി ആകുമെന്ന് തോന്നുന്ന ആളുകളെ മാത്രം ഞാൻ വിളിക്കുകയുള്ളൂ. കാരണം അത്രയും കുറച്ചുകൂടെ നമ്മൾ എന്താണ് കെയർഫുൾ ആയി തുടങ്ങി. അല്ലെങ്കിൽ ഞാനും ആ വ്യക്തി മാത്രം മതി, എനിക്കതും കുഴപ്പമില്ല. ബിക്കോസ് കാരണം രണ്ടുപേരുടെ യൂണിയൻ ആണല്ലോ അവിടെ. ഞാനും ആ ഒരു പേഴ്സൺ ആയിരിക്കും കൂടുതൽ ഞങ്ങളുടെ ലൈഫ് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ബാക്കി വരുന്ന ആൾക്കാരൊക്കെ അതിന് കുറ്റം പറയാനും അല്ലെങ്കിൽ അതിന് ഇത് ചെയ്തില്ല ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനാണ് വരുന്നത്. സോ നമുക്ക് ഈ സ്പിരിച്വൽ അവേക്കനിങ് വരുന്നതനുസരിച്ച് ഒരുപാട് കോൺസെപ്റ്റ് എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നു. അതാ പറയുന്നത്, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി വരും. കാരണം ഒരുപാട് പൈസ പൊടിച്ച് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ നിന്നിട്ട് 10-15 ലക്ഷം പൊടിക്കുന്നു, ഇത് കടാകുന്നു, ഇനി ഇത് വീട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ജോലി ചെയ്യുന്നു. ഇവിടെ എവിടെയാണ് നിങ്ങൾക്ക് സമാധാനം ഉള്ളത്? മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് ലൈഫിനെ കൊണ്ടുപോകാം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് വരുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. ആരെയും ബോധ്യപ്പെടുത്താൻ പോവില്ല. പുറത്ത് കിടന്ന ആളുകൾ പറയും, അത് അവർ പറയുമ്പോൾ അവർ നിർത്തും. നമ്മൾ അതിനൊന്നും ചെവി കൊള്ളാനും പോവില്ല. വേണമെന്നുള്ളിടത്ത് മാത്രം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോവുള്ളൂ. അല്ലാത്തൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടും. ഇതൊക്കെ നമുക്ക് ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ നമുക്ക് എത്തും. നമ്മൾ ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. പല സമയത്തും എൻ്റെ പാരൻസ് പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ ഭയങ്കര മെച്ചുവേർഡാണ്, കാരണം അവൾക്കറിയാം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, ആരോട് എന്ത് പറയണം, എന്തൊക്കെ പറയണ്ട എന്നുള്ളതെന്ന് പറയുമ്പോൾ അവരെന്നേക്കാളും 10-50 വയസ്സുള്ളവർ എൻ്റെ പാരൻസ്. പക്ഷേ ഞാൻ 28 ഉള്ളൂ. പക്ഷേ ക്ലാരിറ്റി എങ്ങനെ കിട്ടിയത്? സ്പിരിച്വൽ അവേക്കനിങ് വന്നു. ചെറുതിലേ നമുക്ക് ആ ഒരു പെയിനിലൂടെ കടന്നു വന്നത് കൊണ്ടാണ് ആ ഒരു ക്ലാരിറ്റി വിസ്റ്റം കിട്ടിയിട്ടുള്ളത്. മനസ്സിലായി? സംസാരിക്കണോ ഞാൻ സംസാരിക്കാതെ എനിക്ക് ആരും ഭയം ഇല്ല. കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും വരുമോ? ഇല്ല, ആരും വരില്ല. മനസ്സിലായി? അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു പല മേഖലകളിൽ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി തരുന്നത് സ്പിരിച്വൽ അവേക്കനിങ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളുടെ ഒരു ഐസൊലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് പബ്ലിക്കലി പഴയതുപോലെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോൾ മിഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇതിൽ പറയാനുള്ളത് കേട്ടോ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ അബൌട്ട് സൈലൻറ്റ് ഇൻഫ്ലെയിം ജേർണിയാണ്. സോറി, എൻ്റെ ക്യാമറ ഒന്ന് ഷേക്കായി. സൈലൻറ്റ് ഇൻഫ്ലെയിം ജേർണിയിൽ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ സൈലൻ്റ് ആയത്? അത് വലിയൊരു ചോദ്യം. ആൻഡ് സൈലൻറ്റ് ഇൻഫ്ലെയിം ജേർണി ഒരുപാട് കൊല്ലമൊന്നും പോവില്ല എൻ്റെ ഒരു അറിവിൽ. കാരണം നമ്മൾ ആ ത്രോട്ട് ചക്ര ഹീൽ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈലൻസ് അവിടെ ബ്രേക്ക് ആവില്ലേ? അപ്പം ഇപ്പോഴും നിങ്ങൾ സൈലൻസിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും നിങ്ങളെക്കുറിച്ച് അറിയാനുണ്ട്. ആരൊക്കെയാണ് സൈലൻറ്റ് ഇൻഫ്ലെയിം ജേർണി പോകുന്നത്? 9 മിനിറ്റിലാണ് കേട്ടോ. നിങ്ങൾ കെയർഫുൾ ആവണം. കാരണം നിങ്ങളിപ്പോഴും നിങ്ങളെ പറ്റി അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നല്ല രീതിയിൽ ഹീൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോണ്ടാക്ട് സോൺ വരും. ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. ഇങ്ങനെ കുറേ കൊല്ലം മിണ്ടാതിരിക്കില്ല. പിന്നെ വേറൊരു കേസ്, സൈലൻ്റ് ആയി ഇരിക്കുന്നവരുടെ ഉള്ളിൽ എനർജറ്റിക്കലി എപ്പോഴും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരെന്ത് സംസാരിക്കുന്നു, എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ തേർഡ് ഐ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. നിങ്ങളുടെ ഒരു ചാനലിംഗ് ഒന്നും അവിടെ ഓപ്പൺ ആയിട്ടില്ല. നിങ്ങൾ പ്രോപ്പർലി യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ സൈലൻറ്റ് ഇൻഫ്ലെയിം ജേർണിയിലാണ് ഞാൻ ഇങ്ങനെ കുറേ കമൻറ്റ്സ് കാണാം. പക്ഷെ അവർ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കാര്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞാനിത് പറയുമ്പോൾ എനിക്കിങ്ങനെ ഫീൽ ചെയ്തത് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി പോകുന്നവർക്ക് ഒരു ക്ലാസ് വെച്ചാലോ എന്ന് പെട്ടെന്നൊരു ഗൈഡൻസസ് വന്നു. നോക്കട്ടെ, ഞാനിങ്ങനെ ക്ലാസ്സസ് ഒക്കെ വെക്കും, പക്ഷേ കുറേ പേര് വേണ്ടവർ ജോയിൻ ചെയ്യില്ല. എന്നാൽ ഇത് കുറേ എൻ്റെ സെയിം ജോയിൻ ചെയ്ത ആളുകൾ പിന്നെയും ജോയിൻ ചെയ്യുന്നത് കാണാം. അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലവർക്ക് മണി ഉണ്ടെങ്കിൽ പോലും അത് പൈസ പോകുമെന്നൊക്കെയുള്ള മൈൻഡാണ്. ലിമിറ്റഡ് തോട്ട്സ് ആണ് കുറേ പേർക്ക്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹീലിംഗ് കിട്ടില്ല. എന്താണ് ഹീലിംഗ് എന്ന് പറയുന്നത്? അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾ 2 കാര്യങ്ങൾ മെയിൻലി ശ്രദ്ധിക്കുക. അൺലിമിറ്റഡ് തോട്ട്സ്. ലിമിറ്റഡ്, അയ്യോ എനിക്ക് ഇത്ര പറ്റും, എനിക്ക് ഇത്രയൊക്കെ തന്നെ ഏൺ ചെയ്യാനുള്ള കഴിവുള്ളൂ, ഇത്ര ഞാൻ പഠിച്ചിട്ടുള്ളൂ, അതൊക്കെ പൊട്ടിച്ച് കളയൂ. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ളൊരു ക്ഷമയും ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും. പ്ലസ് ഡിവൈൻ ടൈമിങ്ങും ഉണ്ടാവും. അതുപോലെ അൺകണ്ടീഷണൽ ലവ് നിങ്ങൾക്ക് വേണം. അല്ലാതെ കണ്ടീഷനായിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരിങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ അവർ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ആ ഒരു കാര്യത്തിന് പോവാം. ഇങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിനെ വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്താലും മിണ്ടിയാലും നിങ്ങൾക്ക് അവരോടൊരു ശത്രുതയും വൈരാഗ്യവും ഉണ്ടാവില്ല. എപ്പോഴും ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരിക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നത് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി പോകുന്നവർക്ക് ത്രോട്ട് ചക്ര, ഹാർട്ട് ചക്ര ഇതൊന്നും ഓപ്പൺ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരുപാട് ബീജ് മന്ത്രം ചെയ്തുകൊണ്ട് മാത്രം മതിയാവില്ല. നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് അറിയണം, നിങ്ങളുടെ എനർജി. ഇടയ്ക്കൊന്നും ഞാൻ EFT ഒക്കെ ചെയ്യാൻ പറയാറുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളൊന്ന്, ചിലർക്ക് ഞാൻ ടച്ച് ചെയ്താൽ തന്നെ ഒന്ന് ഫീൽ ആവാത്തവരുണ്ട്. നമ്പായവർ കുറേ പേരെ ഞാൻ കാണുന്നുണ്ട്. കാരണം അവർക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന അവർ ഭയങ്കര ഓവർ ലോജിക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഫേസ് ചെയ്തവരായിരിക്കും. ഇതൊന്നും ഹീൽ ചെയ്യാതെ ഇങ്ങനെ എനിക്കിങ്ങനെ പറ്റി, ഞാൻ ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങും, അത് ചെയ്യില്ല. എനിക്ക് അതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിനേക്കാളും വളരെ ട്രോമയിൽ പോകുന്ന ആളുകൾ മാറി പുതിയൊരു പേഴ്സണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി പോകുന്ന ആളുകൾ നിങ്ങൾ കാര്യമായിട്ട് ഹീൽ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ത്രോട്ട് ചക്ര, നിങ്ങൾ സംസാരിക്കുന്ന രീതി, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കുക, നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഹാർട്ട് ചക്ര നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യേണ്ടി വരും. നല്ല രീതിയിൽ നിങ്ങളുടെ എനർജി ഫ്ലോനെ മനസ്സിലാക്കണം. ആ ഒരു ഇടയ്ക്ക് നമുക്ക് ഒരു ഹിപ്പ് മൂവ്മെൻറ്റ്സ് ഒക്കെ നന്നായിട്ട് റൊട്ടേറ്റ്, സർക്കുലർ മോഷൻസും ആൻറ്റി സർക്കുലർ മോഷൻസൊക്കെ ചെയ്യുക. കാരണം നിങ്ങളുടെ ഹിപ്പിലും ഷോൾഡറിലൊക്കെ നന്നായിട്ട് എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഒന്ന് റിലീസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരുപാട് തലയിൽ ഒരുപാട് ഭാരം വെച്ച് നടക്കുകയാണ് വിചാരിക്കുക. ഒരു 10 അടി നടന്നു, ഒരു 20 അടി നടക്കുമ്പോൾ ഭാരം തോന്നും. കൊല്ലങ്ങളായിട്ട് ഈ ഭാരം വെച്ച് നടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? എന്തൊരു സഫറിങ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഭാരം ഈ ബാഗേജ് റിലീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ പറ്റും. ആർക്കൊക്കെ നിങ്ങളെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരുപാട് ബാഗേജസ് ക്യാരി ചെയ്യുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി ഫ്രം യുവർ പാസ്റ്റ്, അല്ലെങ്കിൽ പ്രസൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കറൻറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്തൊക്കെയോ നിങ്ങൾ കാര്യമായിട്ട് ക്യാരി ചെയ്യുന്നുണ്ട്. മേ ബി ആൻസെസ്ട്രൽ ലീനേജിൻ്റെ കാര്യമായിരിക്കാം. എന്താണോ ഉള്ളത് അതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് ജേർണലിങ് ചെയ്ത് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ. അപ്പോൾ സൈലൻറ്റ് ഫ്ലെയിം ജേർണി ആ ചോദ്യം ചോദിച്ച് കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നന്നായിട്ട് നിങ്ങൾ എൻ്റെ ജേർണിയിൽ ഒരു 1 ഇയർ ഒരു നോ കോണ്ടാക്ട് വന്നിരുന്നു. 1 ഇയർ കംപ്ലീറ്റ് ഒരു സൈലൻ്റ് ആയിരുന്നു. പക്ഷെ 2 പേര് അറിഞ്ഞിരുന്നു കാര്യങ്ങൾ. ഞാൻ സ്വപ്നങ്ങളിലൂടെ എനിക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു മേ ബി ആ ഒരു പേഴ്സണും ഡ്രീംസ് നല്ല രീതിയിൽ വന്നിരുന്നു. അങ്ങനെയാണ് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താ പറയുന്നത്, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും എനർജറ്റിക്കലി 24 മണിക്കൂർ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അതിനോടൊന്ന് കണക്റ്റഡ് ആവണം. അതാണ് ഈ 5D എന്നൊക്കെ പറയുന്നത്. 3Dയിൽ ഇങ്ങനെ മായാലോകത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് ദൈവം വന്നാലും നമുക്ക് മനസ്സിലാവില്ല. ഞാൻ പറയാറുണ്ട്, എല്ലാ സൺഡേ 10 to 10:50 AM നിങ്ങളൊന്ന് മെഡിറ്റേഷനിൽ ഇരിക്കണം. ആ ഒരു സമയത്ത് ഒരു വലിയ രീതിയിൽ പോർട്ടൽ ഭൂമിയിൽ ഓപ്പൺ ആവുന്നുണ്ട്. എത്ര പേര് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരുപാട് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലവർ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അത് അവർ എന്നോട് പറയാറുണ്ട്. ചിലവരൊന്ന് വെറുതെ കാണുന്നു, പോകുന്നു, എന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഹീലാവുന്നില്ല. വർക്ക് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കിട്ടുക? ആ ഒരു സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നത് കാണാം, കമ്മ്യൂണിക്കേഷൻസ് വരുന്നത് കാണാം. മേ ബി നിങ്ങളുടെ ഡിവൈൻ ബീയിങ്സ് ആയിരിക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. ട്വിൻ ഫ്ലെയിം ജേർണി പോകുന്നവരാണെങ്കിൽ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ സറണ്ടർ ചെയ്യും. സറണ്ടർ എന്താണെന്നും കൂടെ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സറണ്ടർ ചെയ്ത് വിട്ടുകൊടുക്കുക. നിങ്ങൾക്ക് എന്താ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത? ഈ ജേർണിയിൽ യൂണിവേഴ്സിന് വളരെയധികം പങ്കുണ്ട്. നമ്മളെങ്ങനെ പറയാറ്, ഡിവൈൻ
യു യുവർ ട്വിൻ ഫ്ലെയിം. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ട്വിൻ ഫ്ലെയിം, ഡിവൈൻ, യു, ഇങ്ങനെയൊക്കെയാണ് കുറേ പേര് പോകുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ജേർണി പ്രോപ്പറായിട്ട് പോവും. തിരിച്ച് ഡിവൈന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ദെൻ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നിട്ടാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിന് കൊടുക്കാൻ പാടും. എന്നിട്ട് ഫോർത്ത് ഇതിലാണ് നിങ്ങളുടെ പാരൻസ് ബാക്കിയുള്ളവർ വരാൻ പാടും. അല്ലാതെ നിങ്ങളെല്ലാവരും നിങ്ങൾ നോക്കൂ, നിങ്ങൾ ലൈഫിലെടുത്ത് നോക്കൂ. നിങ്ങൾ ഫസ്റ്റ് പ്ലേസ് ആർക്ക് വെച്ചിട്ടുണ്ടോ അവരിൽ നിന്ന് നല്ല മുറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അവർ എന്താ നിങ്ങളെ പഠിപ്പിച്ചത് ലെസൺ? സെൽഫ് ലവ്. നിങ്ങൾക്ക് സെൽഫ് ലവ് ഇല്ല എന്നാണ് അവർ പഠിപ്പിച്ചത്. ഇനി നിങ്ങളെ ആദ്യം വെക്കൂ, യൂണിവേഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ആദ്യം വെക്കൂ, ബാക്കിയുള്ളവർ സെക്കൻഡ് പൊസിഷനിലേക്ക് ഇടൂ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസും നിങ്ങളുടെ റിലേഷൻഷിപ്പും ബെറ്റർ ആയി പോകുന്നത് കാണാൻ സാധിക്കും. ചില കണക്ഷൻസ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തപ്പോൾ നിങ്ങളുടെ സെയിം സോൾ ട്രൈബ്സ് നിങ്ങൾക്ക് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പാറ്റേൺ എപ്പോഴും ഓർക്കുക. എന്നും രാവിലെ എൻ്റെ പോലെ ഡിവൈൻ, ഞാൻ ആൻഡ് മൈ ട്വിൻ ഫ്ലെയിം, ഇതാണ് നിങ്ങളുടെ പാറ്റേൺ. നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, എപ്പോഴും കാണുന്നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ ആയിട്ട് വരും. ഓക്കെ, സോ ഇതാണ് 2 ക്വസ്റ്റിനുള്ള ആൻസർ. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായ അനുസരിച്ച് ഞാൻ ഉത്തരം പറഞ്ഞത് കേട്ടോ. അതിന് കൂടെ കുറച്ചുകൂടി ഇൻഫോർമേഷൻസും ഷെയർ ചെയ്തിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിം ജേർണി ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. ആ ഒരു യൂണിയൻ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഇന്നർ യൂണിയന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാനും എൻ്റെ ഇന്നർ മാസ്കുലിൻ, എൻ്റെ ഇന്നർ ഫെമിനുമായിട്ട് യൂണിയൻ ആവുക. അത് തന്നെയാണല്ലോ ഔട്ടറിൽ അതിന് വരാൻ പോകുന്നത്. നിങ്ങൾ ഇന്നറിൽ വർക്കാവുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഔട്ടറിൽ വർക്കാവുക? എനിക്ക് എന്നോട് സ്നേഹമില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിനെ സ്നേഹിക്കാൻ പറ്റുക? അവിടെ സ്നേഹമായിരിക്കില്ല, എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ഹോപ്പ് ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നീഡ്സ് ആയിരിക്കും പോകുന്നുണ്ടായിരിക്കും. ഞാൻ എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരും അൺകണ്ടീഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് സ്നേഹിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ അറിയാണ്, നമ്മുടെ കഴിവുകളെ അറിയാണ്, നമ്മുടെ പാഷൻ നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ. നമുക്ക് വേണ്ടി ആരും വരില്ല, നമ്മൾ തന്നെ. നമ്മളിങ്ങനെ ബാക്കിലൊരു വീഡിയോ ഉണ്ട്, ആ കുട്ടിയെ പുഷ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ എന്താ പറയുക, സ്വിങ് അല്ല, ആ ഒരു ഒഴുകുന്നതിൽ പോകുന്നത്, ആ കുട്ടിക്ക് ആരും ഇല്ല പുഷ് ചെയ്യണം. അപ്പോൾ അവളങ്ങനെ ബാക്കിൽ പുഷ് ചെയ്തിട്ട് പോകും. അതുപോലെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മളെ വലിയ പുഷ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ത്രൂ ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം, പല രീതിയിൽ. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ബ്ലോക്സ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കും. മിക്ക ട്വിൻ ഫ്ലെയിംസിൻ്റെ ലൈഫിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണ് ബ്ലോക്സ്, എന്തൊക്കെ പാറ്റേൺസ് ആണ് നമ്മുടെ പൂർവികർ ഫോളോ ചെയ്തത്, അതൊക്കെ നോക്കിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുക, ലൂപ്പ് ബ്രേക്ക് ചെയ്യുക. അല്ലെങ്കിൽ അത് പിന്നെ നമ്മളെ ജനറേഷനിലേക്ക് ഇങ്ങനെ ഇതിലൊരു അറ്റല്ലാതെ ഇങ്ങനെ പോവും. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ്. അതുപോലെ തന്നെ സർപ്പദോഷം ചിലവർക്ക് ഉണ്ടാവാം, ആൻസിസ്റ്റേഴ്സ് അങ്ങനെയായിട്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാം. പിന്നെ നിങ്ങളുടെ മദറിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ചില പാറ്റേൺസ് ഉണ്ടായിരിക്കും, ചില ഷാഡോസ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ റോൾ അത് ഹീൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഞാനൊരു മദർ ആവുമ്പോൾ ഈ സെയിം ഷാഡോസ് ആയിരിക്കും മക്കൾക്ക് അടുത്ത് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരൊരുപാട് ട്രോമയായിരിക്കും. ഇതിങ്ങനെ പോവും. അപ്പം ഞാൻ ഹീലാവുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ അങ്ങനെയല്ലല്ലോ നാളെ കാണുന്നത്. അവരും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടും അവരൊരു സോളാണ്, അവർക്കൊരു ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഒരു ചെടിക്ക് വെള്ളവും വളവും ലൈറ്റും സൺലൈറ്റും ഒക്കെ കൊടുക്കുന്ന പോലെ അവർക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് പിന്നെ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് ലൈഫ് ലീഡ് ചെയ്യട്ടെ. അങ്ങനെയാണ് കാണേണ്ടത്. അങ്ങനെയായിരിക്കും ഞാൻ കാണുന്നുണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാവരും കാണുന്ന അനുസരിച്ച് ഭൂമിയിൽ തന്നെ എന്തൊരു പീസായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അവിടെ ആർത്തിയില്ല, അല്ലെങ്കിൽ എൻ്റെയാണ് നിൻ്റെയാണെന്നുള്ളതില്ല. എല്ലാവരും ഇൻഡിവിജ്വലി കുറച്ച് കുറേ ഇൻഡിവിജ്വൽ ചോയ്സസ് ഉണ്ട് എന്നുള്ള റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒരുപാട് ചേഞ്ചസ് വരും. പിന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പഠിക്കുന്നത് ആ ഒരു സോള്, ആ 2 പേരും ഒന്നാണ്. ഞാൻ ഇന്ന മാസ്കുലിൻ ആണെങ്കിൽ അത് ഇന്ന ഫെമിനിൻ ആണ്. രണ്ടും ബാലൻസ് ചെയ്യുക. ഞാൻ മാസ്കുലിൻ ബാലൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ഫെമിനിൻ ബാലൻസ് ആവും. അങ്ങനെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. ആൻഡ് അറ്റ് ലാസ്റ്റ് ആ 3D യൂണിയൻ ഉണ്ടായിരിക്കും. കാരണം ഡിവൈൻ മാസ്കുലിൻ ആ ഒരു ജേർണിയെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് നിൽക്കാൻ പറ്റുന്നത്? ഓട്ടോമാറ്റിക്കലി നടക്കില്ലേ? യൂണിയൻ നടക്കും. പക്ഷെ യൂണിയന് വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. നമ്മളോട് ഇന്നർ യൂണിയൻ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലൈഫ് ലീഡ് ചെയ്യേണ്ടത്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് ഫീൽ ചെയ്തതാണ് പറയുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ കുറച്ച് സമയം എടുത്ത് പറയേണ്ടി വരും. ഷോർട്ടായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ഇൻഫോർമേഷൻ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോളോ ചെയ്യുക.
ഇന്നർ വർക്ക്സ്. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറേ ഇതിൽ ടാഡോ റീഡ് ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് ഈ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു വരും. ഒരാളും ഹീലിംഗ് ക്ലാസ്സസിന് കാണാറില്ല, എന്നാൽ അവർക്ക് ഒരു വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അവരതിന് വേണ്ടി ഒന്നും സമയം ചിലവാക്കുന്നില്ല, അല്ലെങ്കിൽ ആ പൈസ ചിലവാക്കാൻ ഭയങ്കര മടിയുള്ളവരുണ്ട്. നമ്മൾ ചിലവാക്കാൻ മടി കാണിച്ചാൽ നമ്മളിലേക്ക് പൈസ വരാനും മടി കാണിക്കും. എന്ത് എനർജിയോടെ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് കിട്ടും. അത് സ്നേഹമാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഹീലിംഗ് ക്ലാസ്സസ് ഒക്കെ ഇടുമ്പോൾ അത്രയും ബ്രോക്കൺ ആണ്, എനിക്കൊന്ന് മാറണം, അങ്ങനെയുള്ളവർ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. കാരണം ഇതുവരെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പോയവർക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ലൈക്ക് എപ്പോഴും അതിൻ്റെ ഗൈഡൻസസ് ചേച്ചി എനിക്ക് മാറ്റം വന്നു കേട്ടോ. എപ്പോഴും എനിക്ക് മെസ്സേജസ് വരും, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരിക്കും, ചേച്ചി അന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലേ, അതിനുശേഷം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എനിക്ക് നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങി, ഞാൻ നോ പറയാൻ തുടങ്ങി, മണിയൊക്കെ വന്നു തുടങ്ങി, കരിയർ പെട്ടെന്ന് ജോലി വന്നു, റിലേഷൻഷിപ്പ് മാരേജ് നടന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. ചിലതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിട്ടു പോണതാണ്. ഓക്കെ, അപ്പോൾ നല്ല മാറ്റങ്ങൾ, ബിക്കോസ് നമ്മൾ ആ ഒരു സ്പിരിച്വൽ ജേർണിയിൽ വരുമ്പോൾ യൂണിവേഴ്സാണ് നമ്മളെ കൊണ്ട് നയിപ്പിക്കുന്നത്. അപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഞാനല്ല, അവിടെ ആ ഒരു എനർജിയാണ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി കിട്ടും. എൻ്റെ അടുത്ത് നിന്നല്ല, ഇതുപോലെ പോകുന്ന സ്പിരിച്വലി പോകുന്ന നല്ല ഗുരുക്കളുണ്ടായിരിക്കും, ഗുരു എന്ന് പറയാൻ പറ്റില്ല, ഹീലേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ അടുത്തൊക്കെ നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരുപാട് വെളിച്ചം കിട്ടും, ഒരുപാട് അറിവുകൾ കിട്ടും. അത് ശേഖരിച്ച് നിങ്ങളുടെ ആ ഒരു നിങ്ങളെ ബിൽഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്താണെന്ന് ഇന്ന വർക്കെന്നും കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ലക്കിയാണ്, എത്ര ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയണം, നിങ്ങൾ നിങ്ങളോടും ഡിവൈനോടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കത് കണ്ടറിഞ്ഞ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക വേണ്ട. പിന്നെ വേറൊരു കാര്യം ഡിസ്ക്ലൈമർ പോലെ പറയണോ, എന്തൊരു സ്പിരിച്വൽ പ്രാക്ടീസസും ഒരു ദിവസമോ ഒരാഴ്ചയോ 2 മാസമോ 6 മാസമോ ചെയ്തത് കൊണ്ടൊന്നും മാറ്റം വരില്ല. കാരണം ജന്മങ്ങളായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ പെട്ടെന്നൊന്നും ബ്രേക്കായി പോവില്ല, ടൈം പിടിക്കും, പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ആയിട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്കത് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാനിത് എവിടെയും വായിച്ചിട്ടോ പഠിച്ചിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത്. എനിക്ക് ഇൻഡ്യൂഷനിൽ വരുന്ന കാര്യങ്ങൾ ഡിവൈനുമായിട്ട് ഞാൻ ചോദിക്കും, ആ ഉത്തരങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു.